ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അതിലൊന്നാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയവ്രത മഹാരാജാവിൻ്റെ ചരിതവും കർമ്മങ്ങളുമാണ്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതൻ, അദ്ദേഹം നാരദ മഹർഷിയിൽ നിന്നും ആത്മജ്ഞാനമൊക്കെ നേടിയതിന് ശേഷം പിതാവായ സ്വയംഭുവ മനു അദ്ദേഹത്തിനെ ഭരണം ഏറ്റെടുക്കാനായിട്ട് ഭൂമിയുടെ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം നിരസിച്ചു. കാരണം ഈ ഭൗതിക വിഷയങ്ങളിലേക്ക്, രാജ്യഭരണം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ ആത്മീയമായ ലക്ഷ്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുമോ, അത് അധപതനം സംഭവിക്കുമോ എന്ന് ഒരു ചിന്ത വന്നപ്പോൾ പിതാവിൻ്റെ നിർദ്ദേശത്തെ നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ സംഭവം കണ്ടുകൊണ്ടിരുന്ന സത്യലോകത്തിരുന്ന ബ്രഹ്മദേവൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, അതിനെ ആ ക്ഷേമത്തിനെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ആയുസ് തീരുന്നതുവരെ ഈ പ്രപഞ്ചം, ഈ ലോകം, 14 ലോകങ്ങളും നിലനിൽക്കുക, അതിൻ്റെ ക്ഷേമം, ഇതിനെ മുറിച്ചു മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവൻ അതിനു വേണ്ടിയാണ് സദാ സൃഷ്ടിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഓരോന്നിൻ്റെയും അടുത്ത നിമിഷം എന്ത് എന്ന്, അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ നന്നായി അറിയാവുന്ന ബ്രഹ്മദേവനെ മനസ്സിലായി ഇത് അനിവാര്യമാണ്. പ്രിയവ്രതൻ രാജ്യഭരണം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ അദ്ദേഹം സ്വീകരിക്കുന്നില്ല പിതാവിൻ്റെ നിർദ്ദേശം. അത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ സത്യലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ നാരദ മഹർഷിയും സ്വയംഭൂവമനുവും അതുപോലെ പ്രിയവ്രതനും ചേർന്ന് ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നു. വേണ്ട വിധത്തിൽ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു. അതിൽ സംതൃപ്തനായ ബ്രഹ്മദേവൻ പ്രിയവ്രതനോട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദയാപൂർവം അദ്ദേഹത്തിനെ ഉപദേശിക്കുകയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, ബ്രഹ്മദേവൻ പറയാണ് പ്രിയവ്രതനോട്, നിബോധ താതാ ഇദം ഋതം ബ്രവീമി മാ അസൂയിതും ദേവം അർഹസി അപ്രമേയം വയം ഭവഃ തേ തദ ഏഷ മഹർഷിഃ വഹാമ സർവേ വിവശായസ്യ ദിഷ്ടം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു ദിവസം ജയമ്മ എന്നോട് ചോദിച്ചിരുന്നു, ഈ എന്താ പറയുക, നമ്മൾ മരണശേഷം നമ്മൾ പരലോകത്ത് ചെന്ന് പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിച്ചതിന് ശേഷം അങ്ങനെ തീരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂമിയിൽ ജനിക്കുന്നത്? പിന്നെ ഒരു സഞ്ചിത കർമ്മങ്ങൾ അനുഭവിക്കാൻ പിന്നെ എന്തിനാണ് ഭൂമിയിൽ ജനിക്കുന്നത്? ഭൂമിയിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചു തീർക്കുകയാണല്ലോ പല പുണ്യലോകങ്ങളിലും അധോലോകങ്ങളിലും പോയിട്ട്. പിന്നെ എന്തിനാണ് ഭൂമിയിൽ ജനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവും ഇതിനകത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കാം. നിബോധ താതാ, അല്ലയോ പുത്ര. ബ്രഹ്മാവ് വിളിക്കുകയാണ്. മകൻ ബ്രഹ്മദേവൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂമനുവിൻ്റെ മകനാണല്ലോ, അപ്പോൾ പേരക്കുട്ടിയാണ്. അല്ലയോ പുത്ര, നിബോധ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. അതാണ് പ്രിയവ്രതനോട് ആദ്യം പറയുന്നത്. ഇത് ഞാൻ, അതായത് ഇത് ഋതം എന്ന് വെച്ചാൽ ഞാൻ, ബ്രവീമി, ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും, ബ്രവീമി എന്ന് വെച്ചാൽ സത്യമാണ്, ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. മാ അസൂയിതും ദേവം, ഇത് കേട്ടിട്ട് നിനക്ക് ദേവം, ആ സർവശക്തനായ ഈശ്വരനോട് ഒരു വെറുപ്പ്, ഒരു ദേഷ്യം ഒരിക്കലും തോന്നരുത്. മാ എന്ന് വെച്ചാൽ അരുത്, അസൂയിതും എന്ന് വെച്ചാൽ ഒരു ദേഷ്യം, ഒരു വിരോധം. ദേവം, ആ സർവേശ്വരനായ ഭഗവാനോട് ഒരു ദേഷ്യം തോന്നരുത്. അർഹസി അപ്രമേയം, അതായത് അർഹസി അപ്രമേയം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവിച്ചറിയാൻ, ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതിനും അപ്പുറത്തു നിൽക്കുന്ന ആ സർവേശ്വരനോട് നിനക്കൊരു വിരോധം തോന്നരുത് ഇത് കേട്ടിട്ട്. എന്നിട്ട് പറയാൻ കേട്ടോ, വയം, ഈ ഞാനും, ബ്രഹ്മാവായിട്ടുള്ള ഈ ഞാനും, ഭവൻ എന്ന് വെച്ചാൽ ശ്രീ മഹാദേവനും, തേ തഥാ,
നിന്റെ തഥാ എന്ന് വെച്ചാൽ നിന്റെ പിതാവായിട്ടുള്ള സ്വയംഭുവ മനുവും, ഇനി ഏഷ മഹർഷിഹി നിന്റെ മഹർഷി ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയും എല്ലാവരും സർവേ ഞങ്ങളെല്ലാവരും വഹാമ ഞങ്ങളൊക്കെ എല്ലാവരും അനുസരിക്കുകയാണ് വിവശരായിട്ട് എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യമില്ല. അതായത് ആ യസ്യദിഷ്ടം എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ഇച്ഛയെ ഞങ്ങളെല്ലാവരും വിവശരായി നിന്നുകൊണ്ട് അനുസരിക്കുകയാണ്. അതിനെ പൊട്ടിച്ചെറിയാനായിട്ട് ഞങ്ങൾ പോലും ശക്തരല്ല. ബ്രഹ്മദേവനായിട്ടുള്ള ഞാനോ മഹാദേവനോ ഇനി നിന്റെ പിതാവായ സ്വയംഭുവമനുവോ അതുപോലെ നിന്റെ ഗുരുവായ നാരദ മഹർഷിയോ ഞങ്ങളെല്ലാവരും സ്വതന്ത്രരല്ല, ഞങ്ങളൊന്നും അസ്വതന്ത്രരാണ്. ഞങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനോ കർമ്മം ചെയ്യാനോ പ്രവർത്തിക്കാനോ. ആ ഭഗവാന്റെ ഇച്ഛ എന്താണ് എന്നറിഞ്ഞ് ആ ഭഗവാൻ തന്നെ ഞങ്ങളോട് പറയാണ് ഭഗവാന്റെ ഇച്ഛ അതനുസരിച്ച് അത് ഇവിടെ പ്രവർത്തിക്കാൻ ഓരോ ശരീരത്തെ എടുത്ത് ഞങ്ങൾ ഭഗവാന്റെ കയ്യിൽ സ്ക്രൂ തിരിച്ചു വിടുന്ന പാവയായി നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കർമ്മം ചെയ്യുകയാണ്. ഞങ്ങൾ ഒരു പാവയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചലിക്കാൻ ഇല്ല. അതിൻ്റെ ഉടമ അതിനെ സ്ക്രൂ തിരിച്ചു വിടുന്നതിനനുസരിച്ച് പാവ ചലിക്കുന്നു. അതുപോലെ ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അസ്വതന്ത്രരായി നിന്നുകൊണ്ട് ഞങ്ങളിവിടെ വഹാമ അതായത് ഞങ്ങൾ അതിനെ അനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ പൂർണ്ണ സ്വതന്ത്രരായിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഒരാൾക്കും അത് സാധ്യമല്ല. എല്ലാവരും ആ ഭഗവാൻ ഇച്ഛിക്കുന്നു, ആ ഇച്ഛയാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്, അതാണ് നമ്മൾ കർമ്മമായി അനുഷ്ഠിക്കുന്നത്. എന്നാൽ ചില ഭഗവാൻ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതം വരുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഭഗവാന്റെ ഇച്ഛയാണ്, ഞാൻ ഇതിങ്ങനെ ചെയ്യണം, ഞാൻ ഈ കർമ്മത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത് ഈശ്വരേച്ഛയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിക്കണം. ഈശ്വരേച്ഛ മാത്രമേ ഇവിടെ സംഭവിക്കുള്ളൂ. നീയും ആ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടവനാണ്. അതുകൊണ്ട് നിനക്കൊരു നിയോഗമുണ്ട്, രാജ്യഭൂമിയെ ഭരണ ചുമതല നടത്തുക, ക്ഷേമം നിലനിർത്തുക എന്നത്. അതിനെ നിനക്ക് പൊട്ടിച്ചെറിയാൻ സാധിക്കുകയില്ല. ഞങ്ങളെല്ലാവരും ഇതുപോലെ അസ്വതന്ത്രരായി ആ ഭഗവാന്റെ ഇച്ഛയെ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നത് കേട്ട് നിനക്ക് ആ സർവേശ്വരനോട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം ഉള്ള ആ ഭഗവാനോട്, മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഭഗവാനോട് നിനക്കൊരു വിരോധം തോന്നരുത് എന്ന് പറയുന്നത്. ശ്ലോകം 12. ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ ന ഏവ അർത്ഥധർമ്മൈഃ പരതഃ സ്വതഃ വാ കൃതം വിഹന്തും തനുഭൃത് വിഭൂയാത്. ന എന്ന് വെച്ചാൽ അല്ല, തസ്യ എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ, കശ്ചിത് എന്ന് വെച്ചാൽ ഒരുവനും, അതായത് ഈ ലോകത്ത് ഒരുവനും ആ ഭഗവാന്റെ നിർദ്ദേശത്തെ നിരസിക്കാൻ തപസ അവൻ ചെയ്ത തപസ്സുകൊണ്ടോ വിദ്യയ അവൻ നേടിയ അജ്ഞാനം കൊണ്ടോ സാധിക്കുകയില്ല. ആ ഭഗവാന്റെ നിർദ്ദേശത്തെ, ഇച്ഛയെ നിരസിക്കാൻ അല്ലെങ്കിൽ അതിനെ നടപ്പാക്കാതിരിക്കാൻ, ഭഗവാന്റെ തീരുമാനത്തെ, ആ പ്രകൃതി നിശ്ചയത്തെ നടപ്പാക്കാതിരിക്കാനായിട്ട്, അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരാൾക്കും, ഒരു മനുഷ്യനും അവൻ്റെ തപസ്സു കൊണ്ട് നേടിയ തപോബലം കൊണ്ടോ വിദ്യയാലോ സാധ്യമല്ല. ഇനി യോഗവീര്യേണ അതായത് യോഗാഭ്യാസം ചെയ്ത് ആ യോഗശക്തി കൊണ്ടോ സാധ്യമല്ല. മനീഷയ ബുദ്ധിശക്തി കൊണ്ട്, സ്വന്തം ബുദ്ധിശക്തി കൊണ്ടോ അവനതിനെ ഈശ്വരേച്ഛയെ, ഈശ്വര നിശ്ചയത്തെ, പ്രകൃതി നിശ്ചയത്തെ മറികടക്കാൻ സാധിക്കുകയില്ല. ഇനി ന ഏവ ഒരിക്കലും സാധിക്കില്ല. അർത്ഥ എത്ര സമ്പത്തുള്ളവനാണെങ്കിലും അത് സാധിക്കില്ല. പണം കൊണ്ട് അതിനെ മാറ്റാൻ പറ്റില്ല. ധർമ്മൈഹി ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്ത് ധാർമ്മിക മൂല്യം നേടി ആ ധാർമ്മികമായ ശക്തി കൊണ്ട് അത് സാധ്യമല്ല. പരതഃ ഇനി മറ്റേതെങ്കിലും അന്യശക്തികളെ ഉപയോഗിച്ച് ഈശ്വരേച്ഛയെ മാറ്റിമറിക്കാൻ ശ്രമിക്കാലോ, അതും സാധ്യമല്ല. ഇനി സ്വന്തം കഠിന പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട്, ആ പരിശ്രമം കൊണ്ടോ ഈശ്വരേച്ഛയെ മാറ്റാൻ പറ്റുമോ, അതും സാധ്യമല്ല. അങ്ങനെ ആ കൃതം, ആ ഈശ്വരൻ്റെ തീരുമാനത്തെ, ഈശ്വരേച്ഛയെ വിഹന്തും തള്ളിക്കളയാനോ മറികടക്കാനോ തനുഭൃത് എന്ന് വെച്ചാൽ ഒരു ശരീരത്തെ സ്വീകരിച്ച ഒരു മനുഷ്യന് വിഭൂയാത് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല എന്ന്. ഒരു ശരീരത്തെ സ്വീകരിച്ചു വന്ന ഒരുവനെ ആ ഈശ്വരേച്ഛയെ മറികടക്കാൻ
ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെയുള്ള എല്ലാ 2 കാര്യങ്ങളും, അതിനിടയ്ക്കുള്ള നമ്മുടെ ജീവിതവും നമ്മളാണ് നയിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഈശ്വരേച്ഛയാൽ ഈശ്വരൻ തിരിച്ചുവിടുന്ന പാവയായിട്ട് നമ്മളിവിടെ ചലിക്കുകയാണ്. നമ്മുടെ സകല ചലനങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളുടെ, കർമ്മേന്ദ്രിയങ്ങളുടെ, മനസ്സിൻ്റെ എല്ലാ ചലനങ്ങളും ആ ഈശ്വര നിശ്ചയത്താൽ പ്രകൃതിദത്തമായി സംഭവിക്കുന്നതാണ്. ഇവിടെ ഞാനാണ് എൻ്റെ ജീവിതം നയിക്കുന്നത് എന്ന ധാരണ തെറ്റാണ്. മനസ്സിലായ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്ത് ഒരാൾക്കും സ്വന്തം തപശക്തി കൊണ്ടോ അതുപോലെ ഈ നേടിയ വിദ്യ കൊണ്ടോ യോഗബലത്താലോ ബുദ്ധിശക്തിയാലോ സ്വന്തം പരിശ്രമത്താലോ പണം സമ്പത്തു കൊണ്ടോ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ടോ ഇനി മറ്റേതെങ്കിലും ശക്തി കൊണ്ടോ ഈശ്വരേച്ഛയെ ആർക്കും തന്നെ മറികടക്കാനോ ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല. ശ്ലോകം 13. ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗം അവ്യക്തദിഷ്ടം ജനത അംഗ ദത്തേ. ഭവായ നമ്മൾ ഓരോരുത്തരും ജനിക്കുവാനും നാശായ നമ്മൾക്കൊക്കെ മരിക്കുവാനും ച കർമ്മകർത്തും ഇനി ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഇനി ശോകായ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആശങ്കകൾ, മനസ്സിലായോ? ടെൻഷൻ, നമ്മുടെ ആശങ്കകൾ, അത് മോഹായ നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ, പലതും മായയിൽപ്പെട്ട് നമ്മൾ പലതും ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത്, ഇനി സദാഭയായ എപ്പോഴുമുള്ള നമ്മുടെ ഭയം, അല്ലേ? എല്ലാവരുടെ മനസ്സിലും സദാ വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ഭയമുണ്ട്. എനിക്കൊരു ഭയമില്ല എന്ന് എല്ലാവരും പറയും, പക്ഷെ അത് വെറുതെയാണ്. നമ്മുടെ ഉപബോധ മനസ്സിലെങ്കിലും നമ്മൾ ജീവിച്ചു വന്നപ്പോൾ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. ആ ഭയം ഇനി സുഖായ നമ്മൾ അനുഭവിക്കുന്ന സുഖം, ദുഃഖായ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം, ഇതെല്ലാം ച ദേഹയോഗം ഈ ശരീരത്തെ അവ്യക്തദിഷ്ടം എന്ന് വെച്ചാൽ ആ ഭഗവാൻ സംവിധാനം ചെയ്യുന്ന ഒരു നാടകം, ആ നാടകത്തെ അഭിനയിക്കാനുള്ള ഒരു റോൾ എടുത്ത് ആ ശരീരത്തെ ജനത എന്ന് വെച്ചാൽ ഓരോ ജീവസത്തകളും ആ ശരീരത്തെ സിദ്ധത്തെ ധരിക്കുന്നു. അംഗ എന്ന് വെച്ചാൽ ഇവിടെ ബ്രഹ്മദേവൻ വിളിക്കുകയാണ്, അല്ലയോ പ്രിയവ്രത രാജാവേ, മകനെ, ജനിക്കുന്നതും മരിക്കുന്നതും അതിനിടയിലുള്ള സകല കർമ്മങ്ങളും, അതിൽ നമ്മുടെ ആശങ്കകൾ, ടെൻഷൻ, മോഹങ്ങൾ, അതുപോലെ ഭയം, സുഖം, ദുഃഖം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളും എല്ലാം ആ ഭഗവാനാകുന്ന സംവിധായകൻ തയ്യാറാക്കിയ തിരക്കഥ, ആ നാടകം. നമ്മൾ ജനിച്ചത് ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്ന പോലെയൊക്കെ ജീവിക്കണം, ഇന്ന സ്ഥലത്ത് മരിക്കണം, ആ തിരക്കഥയ്ക്ക് ഒത്ത് ഒരു ശരീരത്തെ ധരിച്ച് ഓരോ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വന്ന് നാടകം അഭിനയിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തിരക്കഥ ഭഗവാന്റെയാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും നാളെ എന്ത് എന്നുള്ള അറിവില്ലാത്തത്. അപ്പോൾ എല്ലാം ഈശ്വരേച്ഛയാലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് വിപരീതമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ദുഃഖം ഒഴിവാക്കാനുള്ള ഒരു സൂത്രമാണ് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഈശ്വരേച്ഛയാണ് ഓരോന്നും. കാരണം നമ്മൾ ആരും ദുഃഖം വരാൻ വേണ്ടി ഇവിടെ പണിയെടുക്കണില്ലല്ലോ. എല്ലാവരും സുഖമാവുകയും സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ എന്നിട്ടും ദുഃഖം കയറി വരുന്നു. അപ്പോൾ അത് പ്രകൃതി നിശ്ചയമാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗം എന്താ? ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും സംഭവിക്കുന്നത് ഈശ്വരേച്ഛയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ ഈശ്വരേച്ഛയാലാണ് ഓരോന്നും അനുഭവിക്കേണ്ടി വരുന്നത്. ഓരോന്നും നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും പ്രകൃതി നിശ്ചയത്താൽ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ എൻ്റെ ഇഷ്ടം അതവിടെ മാഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ദുഃഖമില്ല. അതിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നടക്കില്ല. കാരണം ജനനം ടു കർമ്മങ്ങൾ, മരണം എല്ലാം തിരക്കഥ ഭഗവാൻ എഴുതി കഴിഞ്ഞു. ഇവിടെ നമ്മളിരുന്ന് ഓരോന്ന് പ്ലാൻ ചെയ്താൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ആ ഈശ്വരേച്ഛയ്ക്ക് വിപരീതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം സംഭവിക്കുന്നത് എന്ന് സാരം. ശ്ലോകം 14. യത് വാചി താന്ത്യാം ഗുണകർമ്മ
കർമ്മധാമഭിഃ സുദുസ്തരൈഃ വത്സാ വയം സുയോജിതഃ സർവേ വഹാമോ ബലിം ഈശ്വരായ പ്രോദാനസി ഇവ ദ്വിപദേ ചതുഷ്പദഃ. യത് വാചി, ആ ഭഗവാന്റെ വാക്കുകൾ, ആ ഏതൊരു ഭഗവാനാണോ ആ ഭഗവാന്റെ വാക്കുകൾ എന്ന് വെച്ചാൽ സങ്കല്പം അല്ലെങ്കിൽ ഇച്ഛയാകുന്ന തന്ത്യാം എന്ന് വെച്ചാൽ ഒരു നീണ്ട കയറ്, പാശം. ആ പാശത്താൽ ഗുണകർമ്മ ആദിഭിഹി, ആ പാശത്താലാണ് നമുക്കൊക്കെ ത്രിഗുണങ്ങൾ കിട്ടുന്നത്. സത്വരജ തമോ ഗുണങ്ങളിൽ ഓരോ ഗുണങ്ങൾ കയറി കുറഞ്ഞു നിൽക്കുമ്പോൾ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ സുദുസ്തരൈഹി, അതായത് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത ഒരു ബന്ധനമുണ്ട് ഈശ്വരന്. ഈശ്വര നിശ്ചയം എന്തോ അതാണ് നമ്മുടെ ത്രിഗുണങ്ങളായി നമ്മളിലേക്ക് വരുന്നതും അതനുസരിച്ചുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നതും. ഇങ്ങനെ പൊട്ടിച്ചെറിയാൻ കഴിയാത്ത ഒരു ബന്ധനം ഈശ്വരൻ്റെ ഇച്ഛയാകുന്ന കയറിനാൽ നമുക്കുണ്ട്. വത്സ, അല്ലയോ പ്രിയപ്പെട്ട പുത്ര, വയം സംയോജിത, സർവേ വയം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും സംയോജിത, ആ ബന്ധനത്താൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് എന്ന്. ഞാനും നീയും മഹാദേവനും എല്ലാവരും ഈ ഒരു ഈശ്വരേച്ഛ എന്ന കയറിനാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഓരോ ജനിക്കുമ്പോഴും ഓരോ ത്രിഗുണങ്ങളിൽ കൂടി നിൽക്കുന്നതും കുറഞ്ഞു നിൽക്കുന്നതും അതനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതും. അതിനെ പൊട്ടിച്ചെറിയാൻ കഴിയാത്ത ആ ബന്ധനത്തിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വഹാമഹ എന്ന് വെച്ചാൽ വഹിക്കുകയാണ് നമ്മൾ. ബലിം ഈശ്വരായ, നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, നമ്മുടെ സകല കർമ്മങ്ങളും ആ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രോദ എന്ന് വെച്ചാൽ പ്രോദാ നസി ഇവ, മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ട ഒരു ചതുഷ്പദ, നാൽക്കാലിയെ ഇവ എന്ന പോലെയാണ് ദ്വിപദേ, രണ്ടു പാദമുള്ള നമ്മളെല്ലാവരും. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ സ്വതന്ത്രരാണ്, നാൽക്കാലികളാണ് ബന്ധനസ്ഥരാവുന്നത് എന്ന്. മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ട ഒരു നാൽക്കാലിയുടെ അവസ്ഥ എന്താ? അതുപോലെയാണ് രണ്ടു പാദമുള്ള മനുഷ്യൻ ഈശ്വരൻ്റെ പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരനാകുന്ന ഈ ഭഗവാന്റെ ഇച്ഛയാകുന്ന കയറിനാൽ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിന് ഉദാഹരണമാണ് മൂക്ക് കയറിനാൽ ബന്ധിക്കപ്പെട്ട ഒരു പശു അല്ലെങ്കിൽ ഒരു കാള. അതുപോലെയാണ് ഓരോ മനുഷ്യനും ഈശ്വരേച്ഛയാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കെട്ടപ്പെട്ടിരിക്കുകയാണ്. ശ്ലോകം 15. ഈശാ അഭിസൃഷ്ടം ഹി അവരുന്മഹേ അംഗാ ദുഃഖം സുഖം വ ഗുണകർമ്മ സംഗാത് ആസ്ഥായ തത് യത് അയുക്തനാദ ചക്ഷുഷ്മത അന്ത ഇവ നീയമാന. ഇവിടെ പ്രിയവ്രതനോട് അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് മനസ്സിലായില്ലേ? സ്വയംഭുവമനുവും ബ്രഹ്മദേവനും ആ ഭഗവാന്റെ ഈ പ്രകൃതി നിശ്ചയത്താൽ അവർക്ക് മനസ്സിലായി പ്രകൃതിയുടെ ഇച്ഛ എന്താണെന്ന്. കാരണം അദ്ദേഹം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കണം എന്നാണ്. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എല്ലാ ഭൗതിക വിഷയങ്ങളിൽ നിന്നും വിരക്തനായിട്ട് മുക്തിയെ പ്രാപിക്കാനായിട്ടുള്ള യാത്ര, അങ്ങനെ ജീവിക്കണമെന്നാണ്. അപ്പോൾ അത് ഈ പ്രകൃതി നിശ്ചയത്തിന് വിപരീതമായത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാവരും ആ നിശ്ചയത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മാവ് ഇവിടെ വന്ന് ഇത് പറഞ്ഞു തരിക എന്ന കർമ്മം പോലും ആ പ്രകൃതി നിശ്ചയത്താലാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഈശാ അഭിസൃഷ്ടം, ആ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതിനെ അവരുന്മഹേ എന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുകയാണ്. അല്ലയോ പ്രിയപുത്ര, ആ ഭഗവാൻ സൃഷ്ടിച്ചതിനെയൊക്കെ നമ്മൾ അനുഭവിക്കുക, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിലെന്തൊക്കെ പെടും? ദുഃഖമുണ്ട്, സുഖമുണ്ട്, ഗുണകർമ്മ സംഘാത്, പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ആ ത്രിഗുണങ്ങളിൽ ഏതു ഗുണമാണോ കൂടി നിൽക്കുന്നത് അതനുസരിച്ചുള്ള കർമ്മങ്ങൾ. ഇതെല്ലാം ഈശ്വരൻ ഭഗവാൻ സൃഷ്ടിച്ചതാണ്, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. യത് അയുക്ത, ഏതേത് ശരീരത്തെയാണോ നാഥ ആ ഭഗവാൻ നമുക്ക് അയുക്ത എന്ന് വെച്ചാൽ നൽകിയത്, തത് ആ ശരീരത്തെ ആസ്ഥായ, ആ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ഏതേതു ശരീരത്തെ ആ ഭഗവാൻ നമുക്ക് നൽകിയോ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിച്ച് സുഖത്തെ, ദുഃഖത്തെ, പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളെ ആ ഭഗവാൻ സൃഷ്ടിച്ചു, നമ്മൾ അതിനെ അനുഭവിക്കുന്നു.
ചക്ഷുഷ്മത അന്ധ, നന്നായി കാഴ്ചയുള്ള ഒരുവൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു അന്ധനെ ഇവ എന്ന പോലെ നീയമാന നമ്മൾ നയിക്കപ്പെടുന്നത്. കാഴ്ചശക്തി നല്ലോണമുള്ള ഒരാളുടെ കൈപിടിച്ച് നടക്കുന്ന ഒരു അന്ധൻ, ഇവിടെ കാഴ്ചയുള്ളത് ഈശ്വരന് മാത്രമാണ്. നമ്മളെല്ലാം മായയുടെ അന്ധകാരത്തിൽ അന്ധന്മാരായിരിക്കുകയാണ്. അപ്പോൾ ആ പ്രകൃതിക്ക് നന്നായി കാഴ്ചശക്തി ഉണ്ട് ഈശ്വരന്. അപ്പോൾ ആ ഈശ്വരൻ്റെ കാഴ്ചശക്തി ഉള്ളത് കൊണ്ട് ആ ഈശ്വരൻ്റെ കൈ പിടിച്ച് നടക്കുക. അപ്പം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, കാഴ്ചയില്ലാത്ത, നമുക്ക് ആർക്കും കാഴ്ചയില്ലെങ്കിൽ നന്നായി കണ്ണ് കാണാൻ കഴിയുന്ന ഒരാളുടെ കൈ പിടിച്ച് നടക്കും. അവർ നമ്മളോട് പറയും, ദേ ഇവിടെ കുഴിയുണ്ട്, ദേ ഇന്ന സ്ഥലത്ത് ഇതുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് നടക്കൂ, തല താഴ്ത്തൂ, അല്ലെങ്കിൽ നിവർന്ന് നടക്കൂ. നമ്മൾ ഏത് സൈഡിലേക്ക് തിരിയണം എല്ലാം കാഴ്ചയുള്ള ആളാണ് നമ്മളോട് പറയുക, അല്ലേ? നമുക്ക് അന്ധൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ എന്തായിരിക്കും? ആപത്ത് സംഭവിക്കും. അപ്പോൾ കാഴ്ചശക്തി ഉള്ള ആൾ പറയുന്ന, നയിക്കുന്ന വഴിയിലൂടെ നടക്കുന്നതാണ് നമുക്ക് നല്ലത്, അല്ലേ? അന്ധനായിട്ടുള്ളവർക്ക് നല്ലത് എന്ന് പറഞ്ഞതുപോലെ ആ മായയുടെ അന്ധകാരത്തിൽ അന്ധരായി കഴിയുന്ന നമ്മൾക്ക് ആ മായയിൽ ഓരോന്ന് കണ്ട് മോഹിച്ച് അതും ഇതും പല ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ ജീവിക്കുന്നത്. മമത, അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, ആഗ്രഹം, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ എന്ന ആ കാഴ്ചശക്തിയുള്ള ആള് എനിക്ക് ഓരോ ദിവസവും ഇന്നത് എന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അനുഭവിക്കാൻ. അതിനെ അനുഭവിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ, സന്തോഷത്തോടു കൂടി അതിനെ അനുഭവിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ, അതാണ് ആ കൈ പിടിച്ച് നടക്കുന്നതാണ് എനിക്ക് ശരിക്കും നല്ലത്. അവിടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയാൽ എന്ത് സംഭവിക്കും? അവിടെ ഞാൻ വലിയൊരു അധപതനത്തിൽ പോയി വീഴും. അതല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നല്ലത് സംഭവിക്കില്ല. എനിക്ക് ശ്രേഷ്ഠമായതാണ് ഈശ്വരൻ എനിക്ക് നൽകുന്നത് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ആ കൈ പിടിച്ച് നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പ്രകൃതി നമ്മളിലേക്ക് എന്താണോ ഒഴുക്കുന്നത് അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അവിടെ മാനാഭിമാന ചിന്ത, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെയല്ലേ എനിക്ക് ഇങ്ങനെ ജീവിച്ച് എനിക്കിനി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഇതൊക്കെ മാറ്റിവെക്കുക. പ്രകൃതി നമുക്ക് എന്താണോ തരുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ പാത എന്ന് അടിയുറച്ച് വിശ്വസിച്ച്, ഞാൻ അന്ധനാണ്, ഈശ്വരന് കാഴ്ചയുണ്ട് എന്ന് വിചാരിച്ച് ആള് തരുന്നതിനെ സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ശ്ലോകം 16. മുക്തഃ അഭി താവത് ബിഭ്രയാത് സ്വദേഹം ആരബ്ധം അശ്നൻ അഭിമാനശൂന്യഃ യഥാ അനുഭൂതം പ്രതിയാത നിദ്രഃ കിം തു അന്യദേഹായ ഗുണാൻ ന വൃന്തേ. മുക്തഃ അഭി, ഇനി നല്ല മോനെ ഈ ഡോറടയ്ക്ക്. ഇനി ഇവിടെ 16ാമത്തെ ശ്ലോകത്തിൽ പറയണേ, ഇനി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് മുക്തി എന്ന് മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം സംഭവിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് മുക്തരാവുക, ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്നും മുക്തരാകുന്ന ഒരവസ്ഥ, അതാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആ ജന്മത്തിൽ തന്നെ മനസ്സുകൊണ്ട് ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരാള്, അതാണ് മുക്തഃ അഭി. അങ്ങനെയാണെങ്കിൽ പോലും താവത് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ആ ജന്മത്തിൽ എടുത്ത ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന് ഒരു പ്രാരാബ്ധമുണ്ട്. പ്രാരാബ്ധം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് മാത്രമല്ല, നല്ലതും പുണ്യവും പാപവും, അതിനെയാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. ആ ശരീരത്തിന്, ഫിസിക്കൽ ബോഡിക്ക് ഒരു പ്രാരാബ്ധമുണ്ട്. അതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ആ പ്രാരാബ്ധത്തെ ബിഭ്രയാത് സ്വദേഹം, ആ പ്രാരാബ്ധത്തെ അനുഭവിച്ചു തീർക്കുന്നത് വരെ അവൻ ആ ശരീരത്തിൽ സ്വീകരിച്ച് അതിൽ തന്നെ ഇരിക്കും എന്ന്. മുക്തനാണെങ്കിൽ പോലും മുക്തി നേടി ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മനസ്സ് വിട്ടു എന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കില്ല. അതെത്തി, മോക്ഷം എന്ന അവസ്ഥയെ പ്രാപിച്ചു. പക്ഷേ ആ ഭൗതിക ശരീരത്തിന് കുറച്ച് പ്രാരാബ്ധങ്ങളുണ്ട്. ആ പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് തീർക്കുന്നത് വരെ ആ ശരീരത്തിൽ തന്നെ ഇരിക്കും. അത് പാപവും ആവാം, പുണ്യവും ആവാം. ഇപ്പം മുൻജന്മത്തിൽ ഒരുവൻ നല്ല കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് പേരെ സഹായിച്ചു, ഒരുപാട് നല്ല സത്കർമ്മങ്ങൾ ചെയ്തവനാണെങ്കിൽ അവൻ്റെ പിന്നത്തെ ജന്മം അവൻ മുക്തിക്ക് യോഗ്യത നേടുന്ന ഒരു ജന്മം കിട്ടി. അങ്ങനെ ആ ജന്മത്തിൽ അവൻ ജീവിച്ചു, ഭൗതിക വിഷയാസക്തികളിൽ നിന്നൊക്കെ മുക്തനായി അങ്ങനെ പൂർണ്ണമായ മോക്ഷത്തെ പ്രാപിച്ചു ആ ജന്മത്തിൽ തന്നെ. പക്ഷേ അങ്ങനെ ആ അവസ്ഥയിൽ എത്തിയ പിറ്റേ ദിവസം മരിച്ചു പോയില്ല.
അങ്ങനെ മുക്തനാണെങ്കിൽ പോലും അവൻ്റെ ആ ശരീരം എന്താ പറയുക ആത്മാവ് മുന്നത്തെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ശരീരം കൊണ്ടും ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഈ ആത്മാവ് വേറൊരു ശരീരം കൊണ്ട് അനുഭവിക്കണം. ആ സന്തോഷവും സുഖവും തിരിച്ചനുഭവിക്കണം. മനസ്സിലായ? ഇനിയിപ്പോൾ അത് പാപകർമ്മമാണെങ്കിലോ ആ വ്യക്തി മുന്നേ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ, മറ്റുള്ളവരെ ശരീരം കൊണ്ട് അടിക്കുക, ദ്രോഹിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ, അല്ലെങ്കിൽ വേറൊരാളുടെ സ്വത്ത് മോഷ്ടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ജന്മപുണ്യം കൊണ്ട് ഈ ജന്മത്തിൽ അയാൾ മുക്തി നേടി മോക്ഷപ്രാപ്തിയെ പ്രാപിച്ചു. പക്ഷേ എന്താ സംഭവിക്കുക? ആ ശരീരം വിട്ടു പോകാറായിട്ടില്ല. കാരണം ആ ശരീരം കൊണ്ട്, വേറൊരു ദേഹം കൊണ്ട് ആ ആത്മാവ് പല പല ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാപങ്ങൾ, ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വേറൊരാളുടെ കയ്യിൽ നിന്ന് ആ തല്ല് മേടിക്കണം. അതായത് ശരീരം കൊണ്ട് കൊടുത്തിട്ടുള്ളത് ശരീരം കൊണ്ട് തന്നെ അനുഭവിക്കണ്ടേ? മനസ്സുകൊണ്ട് അനുഭവിച്ച പറ്റില്ലല്ലോ. ആ ശരീരത്തിന് ഏൽക്കുന്ന വേദനയെ ആ ശരീരം കൊണ്ട് തന്നെ അനുഭവിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഒരാളെ തലോടിയിട്ടുണ്ടെങ്കിൽ ശരീരം കൊണ്ട് തന്നെ ആ തലോടലിൻ്റെ സാന്ത്വനം അനുഭവിക്കണം. പാപവും പുണ്യവും ശരീരത്തിൻ്റെ പ്രാരാബ്ധ കർമ്മം തീരുന്നത് വരെ ആ ശരീരത്തിലിരിക്കും. അതായത് ഇവിടെ പ്രിയവ്രതൻ സത്യത്തിൽ ആ യോഗാവസ്ഥയെ പ്രാപിക്കാൻ യോഗ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ശരീരം കൊണ്ട് അദ്ദേഹം നല്ലൊരു സത്കർമ്മം ചെയ്തിട്ടുള്ള ഒരു ആത്മചൈതന്യമാണ്, അത് ആത്മാവാണ്. മുന്നത്തെ ശരീരങ്ങളിൽ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയവ്രതന് ശരീരം കൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങളെ, സുഖങ്ങളെ അനുഭവിക്കാനുള്ള കർമ്മം കൂടി തീരണം. മനസ്സിലായ? ശരീരം കൊണ്ട് അനുഭവിക്കാനുള്ള സുഖങ്ങളെ, സൗഭാഗ്യങ്ങളെ, നമുക്കറിയാലോ, പട്ടുമെത്തയിൽ കിടക്കുന്ന സുഖം ഒരിക്കലും ഒരു ചാണകം മേഞ്ഞ സ്ഥലത്ത് കിടക്കുമ്പോൾ, ഒരു ആൽത്തറയിൽ കിടക്കുമ്പോൾ കിട്ടുമോ? ഇല്ല. അപ്പം ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട സുഖത്തെ ശരീരം കൊണ്ട് തന്നെ ആ സുഖത്തെ അനുഭവിച്ച് ആ പ്രാരാബ്ധം തീർക്കുന്നത് വരെ മുക്തനാണെങ്കിൽ പോലും അവൻ ആ ശരീരത്തിൽ ഇരിക്കും. ആരബ്ധം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ പ്രാരാബ്ധത്തെ അനുഭവിച്ചു തീരുന്നത് വരെ, അശ്നൻ അഭിമാനശൂന്യ, അനുഭവിച്ചു തീരുന്നത് വരെ ആ ശരീരത്തിലിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ പ്രത്യേകത? അഭിമാനശൂന്യ, അഭിമാനബോധമില്ലാതെ, ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാനാണ് എന്ന ബോധമില്ലാതെ എല്ലാം പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ആത്മാവ് ആ ശരീരത്തിലിരുന്ന് എല്ലാ സുഖങ്ങളെയും അനുഭവിക്കും. കാരണം എന്താ? മനസ്സുകൊണ്ട് ആൾ മുക്തി നേടി എല്ലാ വിഷയങ്ങളിൽ നിന്നും. അതുകൊണ്ട് രാജകൊട്ടാരത്തിലെ സുഖമെത്തയിൽ സുഖം അനുഭവിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ സുഖം. പക്ഷേ അതൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. മനസ്സുകൊണ്ട് ഇതൊക്കെ ഞാനിതാ സുഖമായി ജീവിക്കുന്നു എന്ന ഒരു സങ്കല്പവുമില്ല, ഒരു ചിന്തയുമില്ലാതെ, ഞാൻ എന്ന അഭിമാനബോധമില്ലാതെ ഈ ഭൗതിക സുഖത്തെ അനുഭവിക്കുന്നു. അതാണ് ജനക മഹാരാജാവിൻ്റെ പ്രത്യേകത. ജനക മഹാരാജാവിനെ രാജർഷി എന്ന് വിളിക്കുമ്പോൾ മഹാരാജാവാണ്, പക്ഷേ എന്നിട്ട് പോലും രാജർഷി എന്ന് വിളിക്കുന്നത് മനസ്സുകൊണ്ട് ആ രാജകീയ സുഖങ്ങളെ, ആഡംബരങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനാണ് അദ്ദേഹം. അങ്ങനെ മുക്തനായി ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവമില്ലാതെ, സങ്കല്പമില്ലാതെ ആ സുഖത്തെ അനുഭവിച്ചിരുന്നത്, ശരീരം കൊണ്ട് അനുഭവിച്ചത്. അതാണ് മുക്തന്മാർക്ക് രാജകൊട്ടാരത്തിൽ വസിച്ചാലും അതുകൊണ്ടൊരു പ്രശ്നമില്ല. കാരണം എല്ലാത്തിനും പ്രധാന കാരണം ശരീരമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കർമ്മഫലത്തെ തരുന്നത് മനസ്സാണെന്നറിയാലോ. സങ്കല്പം എങ്ങനെയാണോ അതാണ് കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ മുക്തൻ്റെ മനസ്സിലെ സങ്കല്പം ഞാൻ എന്ന ഭാവമില്ലാതെയാണ്. അതുകൊണ്ട് ആ ശരീരം കൊണ്ടുള്ള പ്രാരാബ്ധം തീരുന്നത് വരെ ആ ശരീരത്തിലിരുന്ന് മുൻജന്മ കർമ്മ പ്രാരാബ്ധത്തെ അനുഭവിക്കുന്നു. യഥാ, ഏത് വിധം അനുഭൂതം താൻ, അതായത് അനുഭൂതം എന്ന് വെച്ചാൽ പ്രതിയാത നിദ്ര, ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞതിന് ശേഷം ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തെ അനുഭൂതം, സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുക? അതൊന്നും യാഥാർത്ഥ്യമല്ല, ഞാൻ സ്വപ്നം കണ്ടതാണല്ലേ എന്നല്ലേ ചിന്തിക്കുക. നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ കണ്ട സ്വപ്നം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ റിയലൈസേഷൻ വരികയാണ്, ഞാൻ ഈ കണ്ടത് യാഥാർത്ഥ്യമല്ല, വെറും സ്വപ്നമായിരുന്നു. ഇതുപോലെയാണെന്ന്, യഥാന്ന് വെച്ചാൽ ഇതുപോലെയാണ് ആ മുക്തൻ ആ രാജകൊട്ടാരത്തിലെ രാജകീയ സുഖത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന തിരിച്ചറിവിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ കിം തു അന്യദേഹായ മറ്റൊരു ഭൗതിക ശരീരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ട ഗുണാൻ ത്രിഗുണങ്ങളെ, ആ തമോ ഗുണത്തെ, രജോ ഗുണത്തെ തുടങ്ങിയ ത്രിഗുണങ്ങളെ, അതുപോലെ സത്വഗുണത്തെ ന വൃങ്ക്തേ കിം തു അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്. മനസ്സിലായോ? മുക്തനായതുകൊണ്ട് അവൻ ആ ശരീരത്തിലിരുന്ന രാജകീയ സുഖങ്ങളെയൊക്കെ ഞാൻ എന്ന ഭാവത്തോടെ അനുഭവിച്ച് സുഖിച്ച് രമിച്ച് ഇനി മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടതായ ത്രിഗുണങ്ങളെ, അതായത് ഈ ഓരോ ജന്മത്തിലെ കർമ്മഫലം അനുസരിച്ചാണല്ലോ സത്വഗുണം, തമോ ഗുണം, രജോ ഗുണമൊക്കെ കിട്ടുന്നത്. ഇനി മറ്റൊരു ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ട ത്രിഗുണങ്ങളെ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൻ പക്ഷേ ജീവിച്ചത് രാജകീയ പദവിയിലാണ്, എല്ലാ സുഖങ്ങളോടും. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും ഇനി ഈ ജന്മം കഴിഞ്ഞ് മരിച്ച് അടുത്തൊരു ശരീരത്തെ സ്വീകരിക്കാൻ ആവശ്യമായ ത്രിഗുണങ്ങളെ അവൻ ഒരിക്കലും സ്വീകരിക്കില്ല. ആ ത്രിഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നെ അവൻ്റെ സ്വഭാവം അടുത്ത ജന്മത്തിൽ വരിക. അതിലേക്ക് അവൻ ഒരിക്കലും പോവില്ല എന്നു. കാരണം ഞാനെന്ന ഭാവമില്ലാതെയാണ് അവൻ ഇതെല്ലാം അനുഭവിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഒരു മുക്തൻ്റെ കഥ. ഇനി ഒരു ആത്മജ്ഞാനം, മനോനിയന്ത്രണം. മുക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മുക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാലോ. അതായത് മനസ്സ് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് വിടുക. ഇവിടെ അങ്ങനെ മനസ്സിനൊരു നിയന്ത്രണം ഒന്നും ഇല്ലാത്തവനാണെന്ന് വിചാരിക്കുക. അവനെ ഒരു തപോവനത്തിൽ നല്ലോണം തപസ്സുകളൊക്കെ താമസിക്കുന്ന മഹർഷിമാർ താമസിക്കുന്ന അത്രയും ആത്മീയമായ ഒരു വനത്തിൽ, അത്രയും ശാന്തമായ ഒരു വനത്തിൽ കൊണ്ടിട്ടാലും അവന് ഭയമേ ഉണ്ടാവുള്ളൂ. അവൻ്റെ മനസ്സ് ശാന്തിപ്പെടില്ല. അത് നമ്മൾ പറയുമ്പോൾ ദേവി മഹാത്മ്യം ഓർക്കാം നമുക്കല്ലേ. ആ മനോനിയന്ത്രണം സാധ്യമല്ലാത്ത സുരഥ മഹാരാജാവും വൈശ്യനും അത്രയും വലിയ ആ വനത്തിലെ സന്യാസിയുടെ ആ ആശ്രമത്തിൽ വന്നെത്തിയിട്ടും, പക്ഷേ അദ്ദേഹം സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലെത്തിയിട്ടും അവിടെ ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിലെത്തിയിട്ടും ഇവർക്ക് മനസ്സിന് സുഖം കിട്ടണില്ല, ശാന്തി കിട്ടണില്ല. അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കണ്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഭയം പ്രമത്തസ്യ വനേഷു അഭി സ്യാദ് യദഃ സഹ ആസ്തേ സഹ ഷട്ട് സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേ ബുദ്ധസ്യ ഗൃഹാശ്രമ കിം നു കരോതി അവദ്യം. ഒരു നിമിഷം. ഭയം പ്രമത്തസ്യ എന്ന് വെച്ചാൽ മനോനിയന്ത്രണം ഇല്ലാത്ത ഒരു വിഭ്രമം പിടിച്ച മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവന്, അവന് ഭയം. വനേഷു അഭി ശാന്തമായ ഒരു തപോവനത്തിൽ കൊണ്ടിട്ടാലും അവന് ഭയം സ്യാദ് ഉണ്ടായിരിക്കും. യദഃ എന്തുകൊണ്ടെന്നാൽ സഹ അവൻ ആസ്തേ ആ വനത്തിലിരിക്കുന്നത് സഹ ഷഡ് സപത്നഃ സഹ എന്ന് വെച്ചാൽ കൂടെ, ഷഡ് 6 സപത്നഹ എന്ന് വെച്ചാൽ 6 ശത്രുക്കളോട് കൂടിയാണ് അവൻ ആ വനത്തിലിരിക്കുന്നത്. 6 ശത്രുക്കൾ ആരാ? പഞ്ചേന്ദ്രിയങ്ങളും 6ാമത്തെ മനസ്സും. 5 പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. ഇതാണ് 6 ശത്രുക്കൾ. കാരണം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുകൊടുക്കുന്നു, മനസ്സ് അതിൻ്റെ പിന്നാലെ പായുന്നു. ഈ 6 ശത്രുക്കളോട് കൂടിയാണ് അവൻ ആ വനത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തപോവനത്തിൽ തപസ്സികളുടെ ആശ്രമത്തിലാണ് അവൻ ഇരിക്കുന്നത് എങ്കിൽ പോലും മനോനിയന്ത്രണമില്ലാത്തവന് ഒരിക്കലും ശാന്തി കിട്ടില്ല. അവൻ്റെ മനസ്സ് ഭയം ഉണ്ടായിരിക്കും. ജിതേന്ദ്രിയസ്യ എന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആത്മരതേ ആത്മാവിൽ രമിച്ച് ആത്മസംതൃപ്തനായി യിരിക്കുന്നവനും ബുദ്ധസ്യ അങ്ങനെയുള്ള ജ്ഞാനിക്ക് ഗൃഹസ്ഥാശ്രമ കുടുംബജീവിതം കിം നു കരോതി അവദ്യം അവനൊരു നാശം ഉണ്ടാക്കില്ല എന്നു. ആത്മജ്ഞാനം നേടി ഇന്ദ്രിയങ്ങളെ ജയിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു ജ്ഞാനിക്ക് കുടുംബജീവിതം നയിക്കാം. അതിലൊരു ദോഷവുമില്ല. ആ കുടുംബജീവിതം കൊണ്ട് അവൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു നാശവും സംഭവിക്കില്ല. അതേസമയം ആത്മനിയന്ത്രണം ഇല്ലാത്തവനെ ഒരു വനത്തിലെ സന്യാസിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയിരുത്തിയാലും അവന് സ്വസ്ഥത കിട്ടില്ല, അവന് ശാന്തിയും കിട്ടില്ല. അതാണ് ആ പറയുന്നത്. ഇനി ശ്ലോകം 18. യഹ ഷഡ് സപത്നാൻ വിജിഗീഷമാണഃ ഗൃഹേഷു നിർവിശ്യ യതേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിത ആര്യൻ ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിത്. യഹ ഒരുവൻ ഷഡ് സപത്നാൻ 6 ഇന്ദ്രിയ ശത്രുക്കൾ, 6 പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും, ആ ശത്രുക്കളെ വിജിഗീഷമാണഃ
വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോരുത്തരും നമ്മുടെ കണ്ണ്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ഈ 6 ശത്രുക്കളെ ജയിക്കാൻ, അതായത് ഇതിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൃഹേഷു നിർവിശ്യ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തീർച്ചയായും നയിക്കണം, സ്വീകരിക്കണം. പൂർവം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം അതാണ് വേണ്ടതെന്ന്. അല്ലാതെ സന്യസിക്കാൻ പോയിട്ട് ആത്മനിയന്ത്രണം നേടാൻ പോയാൽ സാധിക്കില്ല. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും നല്ല പാഠശാല കുടുംബജീവിതമാണ്. കുടുംബജീവിതം നയിച്ച് യഥേത, ആ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ, സുഖമായും ദുഃഖമായും ലാഭമായും നഷ്ടമായും ഒക്കെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ മനസ്സിനെ സമനിലയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന പരിശീലന, അതിന് പറ്റിയൊരു പരിശീലന കളരി വേറെ ഏതാ ഉള്ളത് എന്ന്. സന്യാസത്തിൽ ആ പ്രാക്ടീസ് കിട്ടില്ല. കുടുംബജീവിതം നയിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഒരുപാട് പേര്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, പേരക്കുട്ടികൾ, മക്കൾ, ഇതൊക്കെ സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് കുടുംബം. അവിടെ ആ കുടുംബത്തിൽ പല പല അഭിപ്രായങ്ങളും പല മനസ്സും ചിന്തകളും പല ത്രിഗുണങ്ങൾക്കനുസരിച്ച് വ്യതിയാനം ഉണ്ടാകുന്നതിനനുസരിച്ച് പല ചിന്തകളോട് കൂടിയവരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ശരി മറ്റാൾക്ക് ശരിയാവില്ല. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, സുഖം ദുഃഖം, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു പാഠശാലയാണ്, സ്കൂളാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ മനോനിയന്ത്രണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം കുടുംബജീവിതമാണ് നയിക്കേണ്ടത്. എന്നിട്ട് അവിടെ വരുന്ന സുഖദുഃഖങ്ങളെ എല്ലാത്തിനെയും സമനിലയിൽ തരണം ചെയ്ത് കടക്കാൻ പഠിക്കണം അവിടെ, മനസ്സിലായ? എന്നിട്ടാണ് സന്യാസത്തിലേക്ക് കടക്കേണ്ടത്. അത്യേതി നിഷ്പ്രയാസം, അത്യേതി എന്ന് വെച്ചാൽ നിഷ്പ്രയാസം. അപ്പോൾ അവർക്ക് നിഷ്പ്രയാസം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. കാരണം എല്ലാ വേദനകളെയും സുഖങ്ങളെയും അനുഭവിച്ച് കടന്നവന് അത്ര പെട്ടെന്ന് അവൻ്റെ മനസ്സ് തളരില്ല, ഇന്ദ്രിയങ്ങളെ അവന് ജയിക്കാൻ പറ്റും. അങ്ങനെ ദുർഗാശ്രിത ജീവിതമാകുന്ന വലിയൊരു കോട്ട, അതിനകത്ത് ഊർജിത അരീൻ, ശക്തിമാന്മാരായ ശത്രുക്കൾ, അതായത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവരൊക്കെ പതുക്കെ ക്ഷീണേഷു തളർന്നു വരാൻ തുടങ്ങുന്നു. അതായത് കുടുംബജീവിതം നയിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെയും സുഖങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മനസ്സ് സമനിലയിൽ എത്തുമ്പോൾ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണമൊക്കെ സാധ്യമാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജീവിതമാകുന്ന കോട്ടയ്ക്കുള്ളിലെ വലിയ ശക്തിയുള്ള ശത്രുക്കളാകുന്ന ഈ ശത്രുക്കൾ പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. അങ്ങനെ കാമം വിചരേത് വിഭശ്ചിത്, കാമം അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം, വിചരേത് ജീവിക്കാം, വിഭശ്ചിത് എന്ന് വെച്ചാൽ ഒരു ജ്ഞാനിക്ക് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മനസ്സെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം പോലെ, അതായത് സന്യാസം വേണോ, അതിൽ സ്വീകരിക്കാൻ കുടുംബജീവിതം നയിക്കണോ, സാഹചര്യം ഏതായാലും അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം അവിടെ കൈവിടുന്നില്ല. അപ്പോൾ കൊട്ടാരത്തിൽ ജീവിക്കണമെങ്കിൽ കൊട്ടാരത്തിലും, ആൽത്തറയിൽ ജീവിക്കണമെങ്കിൽ ആൽത്തറയിലും അവന് കിടക്കാം. ഏത് സാഹചര്യത്തിൽ കിടന്നാലും അവൻ്റെ മനസ്സ് ഒരേ അവസ്ഥയിലായിരിക്കും. അതാണ് പറഞ്ഞ് അങ്ങനെ ഇന്ദ്രിയങ്ങൾ ശക്തിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇന്ദ്രിയങ്ങൾ തളർന്നു, മനസ്സും തളർന്നു കഴിഞ്ഞാൽ, ക്ഷീണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മുക്തനായി. അപ്പോൾ അവന് കൊട്ടാരത്തിലും താമസിക്കാം, കുടുംബജീവിതവും നയിക്കാം, ഏതവസ്ഥയിൽ വേണമെങ്കിലും അവന് ജീവിക്കാം. അതവനെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. അതാണ് ആ പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? വലിയൊരു സംശയം തീർന്നില്ലേ? കുടുംബജീവിതമാണ് മനോനിയന്ത്രണം, ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നയിക്കേണ്ടത് കുടുംബജീവിതം. അതിനകത്തുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ തരണം ചെയ്ത് കടക്കുക, മനസ്സ് സമനിലയിൽ നിർത്തിക്കൊണ്ട്. അതാണ് ഏറ്റവും വലിയ പാഠശാല, പരീക്ഷ. ആ പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അടങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ അവന് ഏത് സാഹചര്യത്തിലും അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അവിടെ നിയമങ്ങളും നിബന്ധനകളും ഇല്ല. ആത്മീയ ജീവിതം നയിക്കുന്നവർ ആശ്രമത്തിലേ ജീവിക്കാൻ പാടുള്ളൂ. അങ്ങനെ യാതൊരു നിയമവും പിന്നെ അവനില്ല. ശ്ലോകം 19. ത്വം തു അബ്ജനാഭാം അംഗ്രി സരോജകോശ ദുർഗാശ്രിത നിർജിത ഷട്ട് സപത്നഃ ഭുങ്ക്ഷേ ഇഹ ഭോഗാൻ പുരുഷ അതിതിഷ്ഠാൻ വിമുക്ത സംഘ പ്രകൃതിം ഭജസ്വ. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മദേവൻ പറയാണ് പ്രിയവ്രതനോട്, ത്വം
നീ അബ്ജനാഭാം അംഗ്രി സരോജകോശ, ആ ഭഗവാന്റെ തൃപ്പാദ പങ്കജമാകുന്ന ദുർഗ ആശ്രിത ആ കോട്ടയെ, വലിയ മഹത്തായ കോട്ടയെ ആശ്രയിച്ചവനാണ് നീ. നിർജിത ഷഡ് സപത്ന, നിന്റെ 6 ശത്രുക്കളെയും നീ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭുങ്ഷേ ഇഹ ഭോഗാൻ, ഭുങ്ഷേ എന്ന് വെച്ചാൽ അനുഭവിക്കൂ, ഈ ഭൂമിയിലെ, ഈ കൊട്ടാരത്തിലെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളെയും നീ അനുഭവിക്കും. കാരണം ആ സുഖങ്ങളെ കൂടി ഈ ശരീരം കൊണ്ട് അനുഭവിക്കുമ്പോഴാണ് നിന്റെ ദേഹത്തിൻ്റെ പ്രാരാബ്ദം തീരുകയുള്ളൂ. അങ്ങനെ നീ എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിക്കൂ. പുരുഷ അതിതിഷ്ഠാൻ, ആ ഭഗവാൻ നിനക്ക് തന്നനുഗ്രഹിക്കുന്നത് എന്താണോ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ, അതിനെയൊക്കെ അതൊക്കെ അനുഭവിച്ച് നീ ജീവിക്കൂ. എന്നിട്ട് വിമുക്ത സംഘ, അതിനുശേഷം എല്ലാത്തിൽ നിന്നും വിട്ട് എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തനായിട്ട് പ്രകൃതിയും ഭജസ്വ, അതായത് അവസാനം ആ മുക്തിയെ, പ്രകൃതിയിലേക്ക് ലയിക്കുക, ആ മുക്തിയെ പ്രാപിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയവ്രത, നിന്റെ ഇഷ്ടം എന്നാണ് നടക്കണം. നീ ഇപ്പം ആശങ്കപ്പെടുന്നത് നീ പ്രകൃതിക്ക് വിരുദ്ധമായി ആഗ്രഹിക്കുന്നു, അതാണ്. അപ്പോൾ നിനക്ക് ആ മുക്തിക്ക് കടക്കാനുള്ള സമയമായിട്ടില്ല, നിന്റെ ദേഹത്തിൻ്റെ പ്രാരാബ്ദം തീർന്നിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ നിനക്ക് തന്നനുഗ്രഹിച്ച എല്ലാ സുഖസൗകര്യങ്ങളെ അനുഭവിച്ച് ഒരു കുടുംബജീവിതം, ഗൃഹസ്ഥാശ്രമ ജീവിതം നീ അനുഭവിച്ച് നയിക്കൂ. അതിനുശേഷം നീ സർവസംഘ പരിത്യാഗിയായിട്ട് ആ മുക്തിയെ പ്രാപിക്കൂ എന്ന് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തു. ശ്ലോകം 20. ശ്രീശുക ഉവാച, ശ്രീശുക മഹർഷി പരീക്ഷിത്തിനോട് പറയുകയാണല്ലോ, ഇതി സമഭിഹിതോ ഭഗവത ത്രിഭുവന ഗുരോ അനുശാസനം ആത്മനോ ലഘുതയാ അവനത ശിരോധരോ ഭാടം ഇതി സ ബഹുമാന ഉവാഹ. ഇതി ഇപ്രകാരം സമഭിഹിതോ ഉപദേശിക്കപ്പെട്ട മഹാഭാഗവത മഹാഭക്തനായ പ്രിയവ്രതൻ, ഇപ്രകാരം ബ്രഹ്മദേവനാൽ ഉപദേശം കിട്ടിയ പ്രിയവ്രതൻ, ഭഗവത ത്രിഭുവന ഗുരു, ആ ഭഗവാന്റെ ത്രിഭുവനങ്ങളുടെയും 3 ലോകങ്ങളുടെയും ഗുരുവായ ആ ഭഗവാൻ ബ്രഹ്മദേവൻ്റെ അനുശാസനം, നിർദ്ദേശത്തെ ആത്മനോ ലഘുതയ, അതായത് ആത്മനോ എന്ന് വെച്ചാൽ സ്വയം, ലഘുതയ ഞാൻ വളരെ ചെറുതാണ്, അതായത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, എല്ലാം ഈശ്വരേച്ഛയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ എത്ര ചെറുതാണ് ഭഗവാന്റെ മുന്നിൽ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആത്മനോ ലഘുതയ അവനത ശിരോധരോ, ശിരസ്സു കുനിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് ബാഡം ഇതി ശരി ഗുരു, ഇപ്രകാരം പറഞ്ഞിട്ട് സബഹുമാനം, അങ്ങേയറ്റം ബഹുമാനത്തോടെ യുവാഹ, അദ്ദേഹത്തിൻ്റെ നിശ്ചിത അഭിപ്രായത്തെ, നിർദ്ദേശത്തെ ശിരസാവഹിച്ചു എന്ന്. അപ്പോൾ ഇപ്രകാരം ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടപ്പോൾ മഹാഭക്തനായിട്ടുള്ള പ്രിയവ്രത മഹാരാജാവ് ആ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശത്തെ, താൻ എത്ര ചെറുതാണല്ലേ, ഈശ്വരേച്ഛയാണ്, ഒരു പാവയാണ് ഭഗവാന്റെ കയ്യിൽ, ഇവിടെ നടക്കുന്നത് മുഴുവനും ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്, അവിടെ നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്, നമ്മളാണ് ഈ ജീവിതം നയിക്കുന്നത്, നമ്മളുടെ ചിന്തകളാണ് ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്ന്, ഈശ്വരേച്ഛയാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിരസ്സു കുനിച്ച് ഗുരുവിനെ നമസ്കരിച്ച് ബ്രഹ്മാവിനോട് ശരി ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ ശിരസാവഹിച്ചു. ഇനി ശ്ലോകം 20 അല്ലേ, ഇനി 21. ഭഗവാൻ അഭിമനൂന യദുവത് ഉപകൽപ്പിത അപചിതി പ്രിയവൃത നാരദയോ അവിഷമം അഭിസമീക്ഷമാണയോ ആത്മസമവസ്ഥാനം അവങ്മാനസം ക്ഷയം അവ്യവഹൃതം പ്രവർത്തയൻ അഗമത്. യഥാവത്, അതായത് ഭഗവാൻ അഭിമനുന, ഭഗവാൻ ബ്രഹ്മദേവനും അഭിമനുന സ്വയംഭുവ മനുവിനാൽ യഥാവത് ഉപകൽപ്പിത അപചിതി, അപ്പോൾ യഥാവിധി പൂജാദ്രവ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ആരാധിക്കപ്പെട്ടു. പ്രിയവൃത നാരദയോ വിഷമം, അങ്ങപ്പോൾ സ്വയംഭുവ മനുവിനാൽ എല്ലാവിധത്തിലും ശരിയായ രീതിയിൽ ആരാധിക്കപ്പെട്ട ഭഗവാൻ ബ്രഹ്മദേവൻ പ്രിയവൃതനോടും നാരദ മഹർഷിക്കും ആ വിഷമം, താൻ പറഞ്ഞ നിർദ്ദേശത്തെ ഒരു വിഷമവുമില്ലാതെ അവർ സ്വീകരിച്ചിരിക്കുന്നു
എന്ന് അഭിസമീക്ഷമാണയോ എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മസമവസ്ഥാനം, ആത്മാവിൻ്റെ വാസസ്ഥാനമായിട്ടുള്ള ആ സ്വന്തം ഭവനം എന്ന് വെച്ചാൽ സത്യലോകത്തിലേക്ക് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിവരിക്കാൻ കഴിയാത്ത ആ സത്യലോകത്തിലേക്ക്, ക്ഷയം എന്ന് വെച്ചാൽ ഗ്രഹത്തിലേക്ക്, അവ്യവഹൃതം അസാധാരണമായ, അതായത് സാധാരണ ഭൂമിയിൽ നടക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാത്ത അസാധാരണമായ ലോകം, അങ്ങനെയുള്ള ക്ഷയം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഗ്രഹമായ സത്യലോകത്തിലേക്ക് പ്രവർത്തയൻ അഗമത്, അദ്ദേഹം തിരിച്ചുപോയി എന്ന്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെയും നാരദ മഹർഷിയുടെയും ഒക്കെ ആദരവിനെ സ്വീകരിച്ച് താൻ പറഞ്ഞ അഭിപ്രായത്തിനോട് പ്രിയവ്രതനോ നാരദ മഹർഷിക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവും വിഷമവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് അങ്ങനെ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി. ശ്ലോകം 22. മനു അഭി പരേണ ഏവം പ്രതിസന്ധിത മനോരഥഃ സുരഃ സുര ഋഷിവര അനുമതേന ആത്മജ അഖിലധരാ മണ്ഡല സ്ഥിതിഗുപ്തയ ആസ്ഥാഭ്യ സ്വയം അതിവിഷമ വിഷയ വിഷജലാശയ ആശയ ഉപരരാമ. മനുഹു അഭി പരേണ ഏവം, മനു ആകട്ടെ, ആ മനുഹു അഭി എന്ന് വെച്ചാൽ സ്വയംഭുവ മനുവാട്ടെ, ബ്രഹ്മാവിനാൽ ഏവം ഇപ്രകാരം പ്രതിസന്ധിത മനോരഥ, തൻ്റെ മനോരഥങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മകൻ ഭരിക്കണമെന്നാണ്, അതിനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെയൊക്കെ മാറ്റിത്തന്ന് അതൊക്കെ ഭംഗിയാക്കി തന്നപ്പോൾ സുര ഋഷി വര അനുമതേന, സുര ഋഷി ദേവന്മാരുടെ ഋഷിയായ നാരദ മഹർഷിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ആത്മജം സ്വന്തം മകനെ അഖിലധരാ മണ്ഡലം മുഴുവൻ ലോകത്തിൻ്റെയും ആ എല്ലാത്തിൻ്റെയും മുഴുവൻ ഭൂമണ്ഡലത്തിൻ്റെയും സ്ഥിതി സംരക്ഷകനായിട്ട് ആസ്ഥാപ്യ നിയമിച്ചു സ്വന്തം പുത്രനെ. എന്നിട്ട് സ്വയം അതിവിഷമ, അതായത് സ്വയം അതിവിഷമം എന്ന് വെച്ചാൽ വളരെ ആപത്കരമായിട്ടുള്ള വിഷയം, ഭൗതിക വിഷയങ്ങളെ വിഷം ഭൗതിക കാര്യങ്ങളാകുന്ന വിഷം നിറഞ്ഞ ജലാശയം എന്ന് വെച്ചാൽ സമുദ്രം, അതിലെ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും വിടുതൽ എന്ന് വെച്ചാൽ ഉപരരാമ എന്ന് വെച്ചാൽ വിരമിച്ചു എന്ന്. അപ്പോൾ ബ്രഹ്മാവ് തിരിച്ചുപോയി, സ്വയംഭുവ മനുവാകട്ടെ തൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹം അതൊരു പ്രതിസന്ധി വന്നപ്പോൾ ബ്രഹ്മദേവൻ വന്ന് ശരിയാക്കി കൊടുത്തു, മകനെ ഉപദേശിച്ചു ശരിയാക്കി കൊടുത്തു. അങ്ങനെ നാരദ മഹർഷിയുടെ ഒക്കെ അനുവാദത്തോടു കൂടിയിട്ട് രാജ്യഭരണം, ഭൂമിയുടെ ഭരണം മകനായ പ്രിയവ്രതനെ ഏൽപ്പിച്ചു. അതിനുശേഷം ഈ ഭൗതിക, അതാണ് പറയുന്നത് അതിവിഷമം, മറികടക്കാൻ പ്രയാസമേറിയ ഭൗതിക കാര്യങ്ങളാകുന്ന വിഷജലാശയത്തിലെ ആഗ്രഹമാകുന്ന ആ ആശകളിൽ നിന്നും പൂർണ്ണനായി മുക്തനായി ഭവിച്ചു സ്വയംഭുവ മനു. ഇനി ശ്ലോകം 23. ഇതിഹ വാവ സ ജഗദീപതി ഈശ്വര ഇച്ഛയാ അധിനിവേശിത കർമ്മ അധികാരഃ അഖില ജഗത് ബന്ധ ധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗള അനവരത ധ്യാന അനുഭാവേന പരിരന്ധിത കഷായ ആശയോ അവതാദോ അഭിമാനവർദ്ധനോ മഹതാ മഹീതലം അനുശശാസ. ഇത്തിരി ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഇതിഹ ഇപ്രകാരം, വാവ അതായത് സംഭവിച്ചത്, സ ജഗദീപതി ആ ജഗത്തിൻ്റെ പതിയായിട്ടുള്ള, അതായത് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്ന പ്രിയവ്രത രാജാവ് ഈശ്വരേച്ഛ ഭഗവാന്റെ ഇച്ഛയാൽ അധിനിവേശിത പൂർണ്ണമായും മുഴുകി എന്ന്. അധിനിവേശിത എന്ന് വെച്ചാൽ അതിൽ പൂർണ്ണമായും മുഴുകി. കർമ്മ അധികാരഃ ഭൗതിക കർമ്മങ്ങളിൽ, അതായത് ഭൂമിയുടെ ഭരണകാര്യത്തിൽ ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ ചക്രവർത്തിയായ പ്രിയവ്രത മഹാരാജാവ് ഈശ്വരേച്ഛയാൽ തൻ്റെ കർമ്മം ഭൂമിയുടെ സംരക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ ആ കർമ്മത്തിൽ മുഴുകി. അഖില ജഗത് ബന്ധ ധ്വംസന ഈ മുഴുവൻ ജഗത്തിൻ്റെയും ബന്ധനത്തിനെ നശിപ്പിക്കുന്ന, എല്ലാ കർമ്മഫലങ്ങളെയും നശിപ്പിക്കുന്ന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ ആ ഭഗവാനായ ആദിപുരുഷൻ്റെ അംഘ്രിയുഗള അനവരത ധ്യാനം പാതാരവിന്ദങ്ങളെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അനുഭാവേന പരിരന്ധിത
ആ അനുഭാവേന ആ ധ്യാനത്തിലൂടെ പരിരന്തിത നശിപ്പിച്ചു കളഞ്ഞു എന്ന്. കഷായ ആശയ എന്ന് വെച്ചാൽ മനസ്സിലെ സകല മാലിന്യങ്ങളെയും. എന്നിട്ട് അവതാദോ അഭി എന്ന് വെച്ചാൽ അവതാദഹ അഭി എന്ന് വെച്ചാൽ പരിപൂർണമായും ശുദ്ധനായി. എങ്കിൽ പോലും അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും മാനവർദ്ധന മഹതാം തൻ്റെ ഗുരുക്കന്മാര് പിതാക്കന്മാര് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ നിർദ്ദേശത്തെ അനുസരിക്കാൻ, അതാണ് മഹതാം മാനവർദ്ധന, അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ, അവരുടെ നിർദ്ദേശത്തെ അനുസരിക്കാനായിട്ട് മഹീതലം അനുശാസസ ഭൂമിയെ വളരെ ഭംഗിയായി ഭരിച്ചു എന്ന്. അപ്പോൾ പ്രിയവ്രത മഹാരാജാവ് സ്വയംഭുവ മനു പോയി, മഹർഷി ബ്രഹ്മാവ് പോയി. അതിനുശേഷം ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം കർമ്മത്തിൽ ഭൂമിയുടെ ഭരണത്തിൽ അങ്ങനെ പൂർണ്ണമായും മുഴുകി. അങ്ങനെ മുഴുകിയിരിക്കുമ്പോഴും ആ ഭഗവാന്റെ ഈ തൃപ്പാദങ്ങളിൽ പൂർണ്ണമായും മനസ്സുകൊണ്ട് അർപ്പിച്ച് ധ്യാനിച്ച്, അതായത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ആ പാദങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന അഹങ്കാരമില്ല, മനോമാലിന്യങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ പരിപൂർണ ശുദ്ധനായി എങ്കിൽ പോലും ആ ദേഹത്തിൻ്റെ പ്രാരാബ്ദം തീർക്കാൻ വേണ്ടി തൻ്റെ മഹാത്മാക്കളായ പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശത്തെ അനുസരിക്കാനായി ഭൂമിയുടെ ഭരണം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം